ഞാൻ ക്ലാസ് എടുക്കുമ്പോ പറഞ്ഞു 13 കുട്ടികൾ ഉള്ളൊരു വീട്ടില് മുക്കുവരുടെ കുടുംബത്തില് കടല് അടിച്ചെടുക്കാവുന്ന ആ സ്ഥലത്ത് ഓലക്കൂരയിൽ ജനിച്ച ആളാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം എത്ര വരെ എത്തി നോക്കാം, ഒരു കമ്പാരിസണാണ്. അവിടെ കൂടിയിരുന്നവർക്കെല്ലാം ഉത്തരം കിട്ടി. നമുക്ക് പറ്റില്ല എന്ന് ധരിക്കുന്ന പലതും നമ്മളെക്കാൾ പ്രശ്നസങ്കീർണമായ ജീവിതത്തിൽ കഴിയുന്നവർക്ക് സാധിക്കുമെങ്കിൽ നമുക്കും സാധിക്കും. അപ്പൊ നമ്മുടെ മനസ്സിനെ നമ്മൾ എന്താ അറിയിക്കുക? വലിയ പ്രശ്നങ്ങൾ ലോകത്തിലുള്ളപ്പോൾ നമ്മളുടെ ചെറിയ പ്രശ്നങ്ങള് നമ്മളെ തളർത്തരുത്, തകർക്കരുത്, നമ്മളെ വളർച്ചയിലേക്ക് നയിക്കണം. അപ്പൊ സന്ദേശങ്ങളിലൂടെ മനസ്സിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. സെൽഫ് റെസ്പെക്ട്, ആത്മ അഭിമാനം, ആത്മസംതൃപ്തി, അതേപോലെ തന്നെ ആത്മ ചൈതന്യം വളർത്താൻ സാധിക്കും. എല്ലാം സാധിക്കണമെങ്കിൽ മനസ്സിനെ നിരന്തരം സന്ദേശങ്ങൾ കേൾപ്പിക്കാം. അത് അമ്മയ്ക്കും അച്ഛനും കേൾപ്പിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് കേൾപ്പിക്കാം, അതല്ലെങ്കിൽ TV-യിലൂടെ കേൾക്കാം, അല്ലെങ്കിൽ റേഡിയോയിലൂടെ കേൾക്കാം, അല്ലെങ്കിൽ കാസറ്റിലൂടെ കേൾക്കാം, അതല്ലെങ്കിൽ വഴിപോക്കനിലൂടെ കേൾക്കാം, അതല്ലെങ്കിൽ അധ്യാപകരിലൂടെ. ലോകത്തിൽ സന്ദേശങ്ങൾ കേൾക്കാൻ ബുദ്ധിമുട്ടില്ല. സന്ദേശങ്ങൾ കേൾക്കുന്നു എന്ന ഓർമ്മ ഉണ്ടായാൽ മാത്രം മതി. ആ ഒരു തുറന്ന മനസ്സുണ്ടെങ്കിൽ സന്ദേശം എടുക്കാൻ സാധിക്കും, അനുഭവങ്ങൾ എടുക്കാൻ സാധിക്കും, ചെറിയ കഥകളും എടുക്കാൻ സാധിക്കും. ആ കഥകളോടൊപ്പമുള്ള സന്ദേശമെടുക്കണം, അനുഭവങ്ങളോടൊപ്പമുള്ള സന്ദേശം എടുക്കണം. അതേപോലെ സന്ദേശം മാത്രമായിട്ട് വരുമ്പോ അതും എടുക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഞാൻ ഒരാൾ എന്നോട് ചോദിച്ചു, എളുപ്പത്തിൽ കുറെ സന്ദേശം സാറിന് പറയാൻ പറ്റുമോ? അപ്പൊ ഞാൻ വളരെ എളുപ്പത്തിൽ, ധൃതിയുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ആർക്ക് പറഞ്ഞു കൊടുക്കാനാ? ഇന്ന് ക്ലാസ്സിലെടുക്കുമ്പോ പിള്ളേരോട് പറയാനാ. അപ്പൊ പെട്ടെന്ന് വേണം, ക്യാപ്സ്യൂള് മാതിരി വേണം. ഞാൻ പറഞ്ഞു കുറച്ച് സന്ദേശം പറയാം, പിന്നെ നിങ്ങൾ ഉണ്ടാക്കിക്കോളുക. ശരി സാർ. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞത് കുറയ്ക്കുന്ന ടീച്ചറെ കടിക്കില്ല, ഉപ്പ് തിന്നുന്നവൻ പ്രസിഡന്റ് ആയാലും വെള്ളം കുടിക്കും, അടി തെറ്റിയാൽ ചെയർമാനും താഴെ വീഴും, മിന്നുന്ന കമ്മിറ്റി അംഗങ്ങളെല്ലാം പൊന്നല്ല. ഇങ്ങനെ കുറേ പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി പേടിക്കണ്ട സാറേ, 100 പഴഞ്ചൊല്ല് എനിക്കറിയാം, ഞാൻ ഇത് ചേർത്ത് പറഞ്ഞോളാം ക്ലാസ്സിൽ. ഇത് സന്ദേശാണത്, ഇത് കഥയല്ല, ഇത് അനുഭവമല്ല, ചെറിയ സന്ദേശം അല്ലേ? ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, കേട്ടിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഒരു പേരും കൂടി ചേർത്ത്. ഉപ്പ് തിന്നുന്നവൻ പ്രിൻസിപ്പാളായാലും വെള്ളം കുടിക്കും, അടി തെറ്റിയാൽ ചെയർമാൻ ആണെങ്കിലും വീഴും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, ഉപദേശങ്ങളാ. ഇങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ മക്കളുടെ മനസ്സിലേക്കും കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് ഈ സന്ദേശങ്ങള് പ്രയോജനപ്പെടുക, അനുഭവങ്ങള്, കഥകൾ പ്രയോജനപ്പെടുക.